ഇന്നൊരു ഔട്ടിംഗ് ആയാലോ, എപ്പോഴും ഇതിനകത്ത് ഇരുന്ന് ചടക്കലൊടുത്തി എനിക്കായാലും മക്കൾക്കായാലും. അപ്പോൾ എന്നാൽ ശരി നമുക്ക് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് ഞാൻ മക്കളെയും കൂട്ടി പുറത്തിറങ്ങിയതാണേ. അപ്പോൾ 2 ട്രിപ്പ് അടിക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം കരുതി ഓർഡർ ചെയ്ത് വരുത്തിക്കാന്ന്. പിന്നെ തോന്നി പോയി കഴിക്കുമ്പോൾ എന്നാൽ പാത്രം അതൊന്നും കഴുകേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ അതിലാണ് ഒതുങ്ങുമല്ലോ. എന്നാൽ ശരി നമുക്ക് പോയി കഴിക്കാറുന്നിട്ട് ഞങ്ങൾ 2 ട്രിപ്പ് ഈച്ച് അങ്ങനെ അടിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു എടക്കര പോകാൻ കരുതി. അപ്പോൾ എവിടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ 3 പേര് ഒരു കുറ്റി എടുത്തിട്ട് അതിനകത്ത് പൈസ നിക്ഷേപിക്കും. അവർക്ക് എന്താ മുട്ടായി കൊടുക്കണതോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണ പൈസയൊക്കെ ഉണ്ടാക്കിനകത്ത് ഇട്ടിട്ട് അങ്ങനെ അവർക്ക് എന്താ ആഗ്രഹിച്ചാൽ അതങ്ങനെ മേടിച്ചു കൊടുക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്നാലും വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറ്റി ഒന്ന് പൊളിച്ച് നോക്കാറുണ്ട്. എന്നാൽ ശരി പൊളിച്ച് ആ സമയത്ത് ഞങ്ങൾക്ക് എന്തോ ഡ്രസ്സ് വാങ്ങാമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഡ്രസ്സ് വേണ്ടെന്നാൽ നമുക്കിങ്ങനെ പുറത്ത് ഇപ്രാവശ്യം ഇങ്ങനെ ചെറുതായിട്ട് വലിയ സംഖ്യ ആയിട്ടില്ല. അപ്പോൾ ഒരു മാസം ഫുള്ളായിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ഇക്കല്ലാത്തതുകൊണ്ടും എന്താ ബഡ്ജറ്റ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ അല്ല കുറ്റിയിലുള്ളത്. അപ്പോൾ എന്നാൽ നിങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് നമുക്ക് ഇന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ നിൽക്കാണ്ട് അങ്ങനെ പോയിട്ടോ. അപ്പോൾ അത് അവർ രണ്ടാളും അവിടെ കാത്തിക്കുണ്ടായിട്ട് ഞങ്ങൾ വരുമ്പോഴും. അപ്പോൾ അതാ നമ്മൾ പുതിയൊരു കട വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിലേക്ക് തന്നെ പോകാം. കാരണം മറ്റുള്ളടത്തൊക്കെ നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇനി ഇത് ഇവിടുത്തതൂട്ടുള്ള നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്ത് കയറി കൈയൊക്കെ കഴുകി നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അതിനകത്ത്. നല്ല തിരക്കുണ്ട്. പുതിയ കട ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് ആരുമില്ലായിരുന്നു. അതിനകത്തായിരുന്നു കേട്ടോ, എല്ലാവരും ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ അതാ പിന്നെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ. അപ്പോൾ നമുക്കൊരു മടിയാണല്ലോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കാനും. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ വന്നു. എന്തോ സാധനം എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ സാധനം കുടിക്കണത്. അപ്പോൾ അതൊക്കെ കുടിച്ച് നോക്കി. അപ്പോൾ മോൻ പറഞ്ഞു അതിപ്പോൾ തന്നെ കുടിക്കേണ്ട, വയറ് നിറയും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്താ ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയോട് ഞാൻ അതെടുത്ത് കുടിക്കുകയും ചെയ്തു. പിന്നെ ഫുഡൊക്കെ വന്നു. നല്ല അടിപൊളി മന്തി, അതുപോലെ ഷവായ, മസാല ഷവായാണ് പറഞ്ഞത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അത് വിശന്നിട്ടാണോ അതോ എന്താണെന്നറിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് തോന്നിയതാണോ എന്താണെന്നറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മക്കളും പറഞ്ഞു നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എന്തോ വയറ് നിറഞ്ഞപ്പോൾ പിന്നെ ടേസ്റ്റൊക്കെ കുറയലോടത്തി. അപ്പോൾ മോനായിട്ട് എല്ലാവർക്കും വിളമ്പി തരുന്നത്. അവരിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കെയറിങ് കേട്ടോ. അനിയന്മാരായാലും തന്നെയാലും വീട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും എവിടെ പുറത്തിറങ്ങുമ്പോൾ ആ വലിയൊരു കാരണോലായി മാറും കേട്ടോ. നല്ല കെയറിങ് ആണ്. പിന്നെ നമ്മൾ സോസ് എടുത്ത് കാണുമ്പോൾ പിരിച്ച് നോക്കുമ്പോൾ എങ്ങനെയാലും സോസ് അല്ല. മോനാണെങ്കിൽ ഇതിൻ്റെ ഫാനാണ് കേട്ടോ. എത്ര കിട്ടിയാലും അത്രയും കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ വല്ല അവിടെ കുപ്പി അവിടെ തന്നെ വെച്ചിട്ടോ. ഇത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഫുഡ് സ്പോട്ടാണ്. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ കാനറ ബാങ്കിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ്. അപ്പോൾ ആമീൻ്റെ ബാക്കിലും കാനറ ബാങ്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.